രാമായണത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു ഭാഗം സീതാ സ്വയംവരമാണ് ഇപ്പോൾ വായിക്കുന്നത്. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്ത് ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചേടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു പോന്നിടിനേൻ. ഇതുകാലം കാടകം പൊക്ക നേരം വന്നൊരു നിശാചരിതാടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പെടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്ക് യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ച് പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട്, നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സചിവനെ വിളിച്ചു നിയോഗിച്ചാൻ. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം.
എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജീവ വിലോചനൻ എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വെല്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്ന് നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവൂതെനിക്കിപ്പോൾ, വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും, ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദ ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ട് രാഘവനതു കേട്ട് മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം കൊണ്ട് ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസദി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടേടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി
സ്വർണഭൂഷണങ്ങളുമണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർദ്ധമാലയുമിട്ടേടിനാൾ. മാലയും ധരിച്ച് നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്ക എന്നാശയം ചൊല്ലിടിനാൾ. ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശയം ചൊല്ലിടിനാർ. അങ്ങനെ വിവാഹിതനായി വരണമാല്യം അണിഞ്ഞു നിൽക്കുന്ന ശ്രീരാമൻ്റെ ചിത്രം മനോഹരമായി അവതരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ പറയുന്നത്, വിശ്വാമിത്രന് രാമൻ്റെ സിദ്ധിയിൽ അപാരമായ വിശ്വാസമുണ്ട്. അദ്ദേഹം പറയുന്നത് എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിവാഹം, മാരേജ് എന്ന അർത്ഥത്തിലല്ല. മംഗളകരമായത് എന്തിനേയും കല്യാണം എന്ന് പറയും. വിവാഹത്തിന് നമ്മൾ കല്യാണത്തിന് പോകുന്നു എന്ന് പറയാൻ കാരണം അത് മംഗളകരമായ ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. കതിർമണ്ഡപം ക്ഷേത്രമാണ് എന്നും ദമ്പതികൾ രണ്ട് ദേവതകൾ ദ്വയം പതി എന്നാണ്, രണ്ട് ദേവതകളാണ് ദമ്പതികൾ എന്നുള്ള സങ്കല്പമുള്ളത് കൊണ്ടാണ് അത്രയേറെ വിശുദ്ധമായി അതിനെ കണക്കാക്കുന്നത്. ഇവിടെ സീത രാമൻ ഇങ്ങനെ വില്ലൊടിക്കുന്നു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ് ഒച്ച കേട്ട് രാജാക്കന്മാർ പാമ്പുകളെ പോലെ നടുങ്ങിയെന്നാണ്. ഇടിവെട്ട് സർപ്പങ്ങൾക്ക് പേടിയും മയിലിന് ആനന്ദവുമാണ്. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ, മയിൽപ്പേടയെ പോലെ മൈഥിലി സന്തോഷം പൂണ്ടു. എന്നിട്ട് സ്വർണഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് വരുന്ന സീതയുടെ ചിത്രം നമുക്ക് കാണാൻ പറ്റും ഇത് വായിക്കുമ്പോൾ. അതാണ് എഴുത്തച്ഛൻ്റെ ഒരു വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിഷ്വലൈസിങ് ഇഫക്റ്റ് വളരെ കൂടുതലാണ്. ദൃശ്യവൽക്കരണ ക്ഷമത വളരെ കൂടുതലാണ്. അതൊരു പ്രതിഭാധനനായ യോഗീശ്വരനായ ഒരു കവിക്ക് മാത്രമേ അത് സാധ്യമാക്കാൻ പറ്റൂ. അങ്ങനെ വരണമാല്യം അണിയുമ്പോൾ എന്ന് വെച്ചാൽ പരാവിദ്യയായ സീത വേദാന്തജ്ഞാനസ്വരൂപമായ ശ്രീരാമനെ വരണമാല്യം അണിയുന്നു എന്നാണ് അതിൻ്റെ വിവക്ഷ. അങ്ങനെ വരണമാല്യം അണിയുന്നതിന് തൊട്ട് മുമ്പ് മാനുഷിക ഭാവത്തിലുള്ള ഒരു ചേഷ്ട സീത അവിടെ ചെയ്യുന്നുണ്ട്. അത് നേത്രോൽപലമാലയും ഇട്ടാൾ എന്നാണ്. കഴിവുണ്ട് എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നതല്ല, രൂപഗുണം കൂടിയുള്ള ആളാണോ എന്ന് അറിയാൻ ഒന്ന് നോക്കി എന്ന് എഴുത്തച്ഛൻ വളരെ സുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഒരു രംഗത്തിൽ. ഈ അടുത്ത ഇടയ്ക്ക് മലയാള സാഹിത്യത്തിൽ ഒരു നിരൂപകനായ രാജേന്ദ്രൻ എടത്തുങ്കര എഴുതിയിരുന്നു, എഴുത്തച്ഛൻ്റെ വന്ദന ശ്ലോകങ്ങൾ വായിച്ചാൽ മാത്രം മതി എഴുത്തച്ഛൻ്റെ പ്രതിഭ തിരിച്ചറിയാൻ. പിന്നീട് അങ്ങോട്ട് സീതാസ്വയംവരത്തിലൊക്കെ എത്തുമ്പോൾ എഴുത്തച്ഛൻ ഇങ്ങനെ വാക്കുകളിൽ പുഷ്പിക്കുന്നത് കാണാൻ സാധിക്കും എന്ന്. ശരിയാണ്. ഈ രംഗം വായിക്കുമ്പോൾ നമുക്കറിയാം, സീത ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പടവുകൾ ഇറങ്ങി വരുന്നു, വരണമാല്യം എടുത്ത് രാമൻ്റെ കഴുത്തിൽ അണിയിക്കുന്നു, കൂടിയിരുന്നവർ കരഘോഷം മുഴക്കുന്നു, ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുന്നു. ഇതെല്ലാം നമ്മളൊരൊറ്റ മുറിക്കുള്ളിലിരുന്ന് വായിക്കുമ്പോൾ ഉള്ളിൽ കാണുന്നുവെങ്കിൽ അതാണ് ഒരു കവിയുടെ ഏറ്റവും വലിയ സിദ്ധി. അതിവിടെ സാധ്യമാക്കിയിരിക്കുന്നു എഴുത്തച്ഛൻ എന്നേ പറയുള്ളൂ. രാമൻ എങ്ങനെ വരണമാല്യം അണിഞ്ഞ് നിൽക്കുന്ന ബാലകൻ ശ്രീരാമൻ, ബാലപ്രായത്തിലാണ് വിവാഹം, ബാലകനായ ശ്രീരാമൻ വിളങ്ങി നിൽക്കുന്നു. അപ്പോൾ ജനകൻ
ജഗസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ എന്നാണ്. ജനക മഹാരാജാവാകട്ടെ ആൾക്കൂട്ടത്തിന് മുന്നിൽ വച്ച് ലോകോത്തംസനായ തൻ്റെ മരുമകനെ, ഭഗവാനായ തൻ്റെ മരുമകനെ ആലിംഗനം ചെയ്യുന്നൊരു രംഗമാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്ര കണ്ട് സുന്ദരമായ ദൃശ്യവൽക്കരണ ക്ഷമതയുള്ള ഒരു രംഗം രാമായണത്തിൽ അപൂർവമായി കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഈ സീതാ സ്വയംവരം എന്നത് ശ്രീരാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ശ്രീരാമൻ ഈ 5000 കിങ്കരന്മാരും കൂടെ വലിച്ചുകൊണ്ട് വന്ന മൃത്യുശാസന ചാപമാണ് ഇരിക്കുന്നത്. അത് മഹേശ്വരൻ്റേതാണ്, മഹാദേവൻ്റേതാണ്. അത് ഒടിക്കുന്നതിന് മുമ്പ് രാമൻ ചെയ്തൊരു ഗുരുത്വം എഴുത്തച്ഛന് പ്രത്യേകം അവതരിപ്പിക്കുന്നുണ്ട്. അത് വായിക്കുന്ന സന്ദർഭത്തിലൊക്കെ എനിക്ക് മാനസികമായൊരു ആനന്ദം വന്ന് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിന. മഹാദേവൻ്റെ വില്ല് കാണുകയാണ്, മഹാദേവൻ്റെ സ്വരൂപമെന്ന് തന്നെ വിചാരിക്കുകയാണ്. തൊട്ട് നമസ്കരിച്ചിട്ട് കൈലാസത്തിലേക്ക് നോക്കുകയാണ്. ഉള്ളിൽ മനസ്സിൽ ശിവനെ വിചാരിച്ച് കൈലാസത്തിലേക്ക് തന്നെ നോക്കുന്നു. എന്നിട്ട് പറയുന്നു, വിവാഹത്തിൻ്റെ കാര്യമല്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ ചാപം ഖണ്ഡിക്കുകയില്ല എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് പോലെ വിചാരിക്കുന്നു. ശിവൻ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ ഈ ആഴ്വാർമാരും നയനാർമാരും രണ്ടായി തിരിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, വിഷ്ണു അനുയായികളും ശൈവന്മാരും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എഴുത്തച്ഛൻ പറയുന്നുണ്ട്, അവർ തങ്ങളിലുള്ള ആത്മബന്ധം എന്തേ നിങ്ങൾക്ക് തങ്ങളിലായിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു രംഗമാണ്. ശിവൻ രാമൻ്റെ കഥ പറയുന്നു. ആ ശിവൻ്റെ വില്ല് ഖണ്ഡിച്ചുകൊണ്ടാണ് രാമനിത വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശിവനും പാർവതിയും കൂടി, മഹാദേവനും ലോകമാതാവായ പാർവതീദേവിയും കൂടി ശ്രീരാമനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിവാഹത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ആദരവോടുകൂടിയാണ് ചന്ദ്രശേഖരൻ്റെ പള്ളിവില്ലെടുത്ത് ഒടിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കാണിച്ചു തരാം എന്നുള്ള അഹങ്കാരത്തിലല്ല. ഇത് മഹാദേവൻ്റെ ചാപമാണ്. ഇത് മഹാദേവൻ്റെ ചാപമാണ്. മഹാദേവൻ ജനകന് ദാനം ചെയ്തതാണ്. ജനകനത് പൂജിച്ചുകൊണ്ടിരുന്നതാണ്. പൂജിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിലേക്കാണ് താൻ സ്പർശിക്കാൻ പോകുന്നത് എന്ന ആത്മബോധം രാമൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത്ര കണ്ട് വിശുദ്ധിയോടുകൂടി വിശുദ്ധ ഹൃദയനായിക്കൊണ്ട് നമസ്കരിച്ച് 3 വലയും പ്രദക്ഷിണം വന്ന് ഈ വില്ലെടുത്ത് ഒടിക്കുന്നത്. ഇത് സമകാലിക സമൂഹത്തിനൊരു പാഠമാണ്. നമ്മളൊരാളിൻ്റെ ഒരു വസ്തുവിലേക്ക് സ്പർശിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തെ ഉള്ളിൽ കാണണം. അത് ഈ തിരുക്കുറലിൽ തിരുവള്ളുവർ പറയും, ഈ ചോറുണ്ണുമ്പോൾ കർഷകനെ ഓർമ്മിക്കാത്തവൻ അത് കഴിക്കാൻ അർഹതയുള്ളവനല്ല എന്നാണ്. കർഷകൻ ചേറിൽ കാൽ വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈ വയ്ക്കുന്നത് എന്ന്. അത് ഇതിന് ഉദാഹരണമാണ്. ഉണ്ണുമ്പോൾ കർഷകനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്, അതുപോലെ ഈ വില്ല് തൊടുമ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവായ ശിവനെ ഓർക്കുന്നു എന്ന ഒരു വലിയ ഗുണം, സാംസ്കാരിക ഗുണം ശ്രീരാമചന്ദ്രനുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇത് തുടർന്ന് അവതരിപ്പിക്കുന്നത്. യോഗമായാദേവിയായ സീത കാരണപൂരുഷനായ ശ്രീരാമനിൽ ലയിക്കുന്ന അതിമനോഹരമായൊരു സന്ദർഭമാണ് സീതാസ്വയംവരത്തിലൂടെ നമുക്ക് എഴുത്തച്ഛൻ കാട്ടിത്തരുന്നത്. ഈ ദിവസം നിങ്ങൾക്കും ധന്യമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.